Kristen. Echo. നാലാംനായൈകമൂലം നാതജനദിവിഷത്പാദപം നേത്രവഹ്നി ജ്വാലാനിർദഗ്ധമീനധ്വജമചലസുതാരൂഢ വാമാംഗഭാഗം കാലാരാതിം കബർദോദര കബളിത നന്ദാകിനി മാനിനീകം കൈലാസവാസലോലം കനികുർമനമേ ചന്ദ്രചൂഡം ഭജേതഃ. പുരുഷാർത്ഥ ചതുഷ്ടത്തെ സാധിപ്പാനായിക്കൊണ്ട് അഖില ജഗദാധാരഭൂതനായി സച്ചിദാനന്ദ സ്വരൂപനായി ഭക്തവത്സരനായിരിക്കുന്ന സ്വാമി ഭഗവാൻ ശ്രീ മഹാദേവന്റെ ശ്രീമത് പാദാരവിന്ദങ്ങളെ സർവകാലവും ഹൃദയകമലകർണിക മധ്യത്തിങ്കലമ്മാർ വെച്ച് നിശ്ചല ഭക്തിപുരസരമാവണ്ണം ഉപാസിച്ചു കൊള്ളണം. ആയത് എപ്രകാരമാകുന്നു എന്നാണെങ്കിൽ, എങ്കിലോ പണ്ട് സോമവംശാലങ്കാരഭൂതന്മാരായിരിക്കുന്ന പാണ്ഡവന്മാർ പാഞ്ചാലിയോടും സൗമ്യമുഖരായിരിക്കുന്ന മഹർഷിമാരോടും 88,000 ബ്രാഹ്മണരോടും കൂടി ആ വനവാസത്തെ ചെയ്യും കാലത്തിങ്കൽ സാക്ഷാൽ വേദവ്യാസ മഹർഷി അവിടെ എഴുന്നള്ളി ധർമ്മപുത്രരോടായിക്കൊണ്ട് അരുളി ചെയ്തതിൻ പ്രകാരം ധർമ്മപുത്രരാകട്ടെ മധ്യമ പാണ്ഡവനായ ആ അർജുനനോടായിക്കൊണ്ട് ഓരോരോ വാക്യങ്ങൾ പ്രബോധം ചെയ്തു. യഥാകട്ടെ ഉണ്ണി അർജുന, ഉണ്ണി ഉടൻ തന്നെ കൈലാസത്തെ പ്രാപിച്ച് ആ സ്വാമി ഭഗവാൻ ശ്രീ മഹാദേവനെ പ്രസാദിപ്പിച്ച് അദ്ദേഹത്തിൽ നിന്നും പശുപതമാകുന്ന അസ്ത്രത്തെ ഗ്രഹിക്കണം. എന്ത് കൈലാസത്തെ പ്രാപിച്ച് ആ സ്വാമി ഭഗവാൻ ശ്രീ മഹാദേവനെ പ്രസാദിപ്പിച്ച് അദ്ദേഹത്തിൽ നിന്നും പശുപതമാകുന്ന അസ്ത്രത്തെ ഞാൻ ഗ്രഹിക്കണമെന്നോ? എന്താ അതാത് ഇങ്ങനെ പറയാനായിക്കൊണ്ട് അർജുനൻ ചോദിച്ചു. ധർമ്മപുത്രൻ പറഞ്ഞു, ഉണ്ണി വേദവ്യാസ മഹർഷി അദ്ദേഹം പറയുകയുണ്ടായി, ഈ വരാൻ പോകുന്ന കുരുക്ഷേത്ര യുദ്ധത്തെങ്കിൽ പാണ്ഡവപക്ഷത്തെങ്കിൽ വിജയമുണ്ടാകണമെങ്കിൽ, ഭീഷ്മദ്രോണാദികളെ നീക്കണമെങ്കിൽ, കൗരവരെ പരാജയപ്പെടുത്തണമെങ്കിൽ സാക്ഷാൽ മഹാദേവന്റേതാകുന്നു എല്ലാം. അതിനായിക്കൊണ്ട് ഉടൻ തന്നെ പുറപ്പെടുമെന്ന് പറഞ്ഞ സമയത്തെങ്കിൽ ഉണ്ണിയെ അർജുനൻ കൈലാസത്തെ പ്രാപിച്ച് കൊടും തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി. അങ്ങനെ ആ കൊടും തപസ് അനുഷ്ഠിക്കുന്നതായിരിക്കുന്ന അർജുനന്റെ അവസ്ഥ വിശേഷങ്ങളാകട്ടെ. മുക്തേന്ദുശേഖര ഭവന്തമഹം തപസ്യൻ കേനാപി ലുബ്ധഗകുലേനഹം പരാജിതോസ്മി മാഹുൽ തദേവ വയശോ ബഹുശോ നമസ്തേ ക്ഷിപ്രം പ്രസീദമയ ലുബ്ധഗലുബ്ധജീവേ. മുക്തേന്ദുശേഖര അല്ലേ മുഗ്ധമായിരിക്കുന്ന, മുഗ്ധം എന്ന് പറഞ്ഞാൽ മനോഹരം, ആ മനോഹരമായിരിക്കുന്ന ചന്ദ്രക്കല ശേഖരത്തിങ്കൽ അണിയുന്നവനെ, ശേഖരം ചന്ദ്രക്കല അണിയുന്നവനെ, ജടാഭാരത്തിങ്കൽ അണിയുന്നവനെ ചന്ദ്രശേഖര ചന്ദ്രകലാധര എന്തു ചൂട വിഭോ പ്രഭോ ഭവന്തമഹം തപസ്യൻ. ഭഗവാനെ ശാശ്വത ശ്രീകണ്ഠ നീലകണ്ഠ വിഭോ പ്രഭോ ഭവന്തമഹം തപസ്യൻ. ഭഗവാനെ ഞാൻ അങ്ങേ തപസ് ചെയ്യുകയാണ്. ഭഗവാനെ ഞാൻ അങ്ങേ തപസ്സിനായിരുന്നു. അങ്ങനെ തപസ്സിനായിരുന്നു എനിക്ക് എന്ത് ഉണ്ടായി എന്നാണെങ്കിൽ കേന അപി ഏതോ ഒഴു ലുബ്ധകുലേന ലുബ്ധകുലേന കേന അപി ലുബ്ധകുലനായിരിക്കുന്ന ഏതോ ഒരുവനാൽ അഹം പരാജിതഃ. ഭഗവാനെ ഞാൻ പരാജിതനായി ഭവിക്കുന്നു. ഭഗവാനെ മാഹുൽ അത് ഉണ്ടായത് ഭഗവാന്റെ ഒരു ഭക്തൻ ഒരു നീചനാൽ പരാജിതനായി, ഒരു ദുഷ്ടനാൽ പരാജിതനായി എന്ന് പറയുന്നത് ഭഗവാനെ അങ്ങയുടെ യശസ്സിന് കോട്ടമുണ്ടാക്കും.
അതുണ്ടാകരുത്. അതിനായിക്കൊണ്ട് തദേവ അയശോ ബഹുഷോ നമസ്തേ, ഭഗവാനെ ഞാൻ വീണ്ടും വീണ്ടും അങ്ങയുടെ മുന്നിൽ നമിക്കുന്നു. എന്തിനെ? ക്ഷിപ്രം പ്രസീദ, വേഗം പ്രസാദിക്കാൻ. എന്തേ? കൈലാസത്തെ പ്രാപിച്ച് പാർശ്വദാസ്ത്രത്തിന് വേണ്ടി തപസ്സനുഷ്ഠിച്ച് അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന അനുജന് ഭഗവാൻ ഇപ്രകാരം വിളിച്ചിട്ട് വേഗം പ്രസാദിക്കണമേ, വേഗം പ്രസാദിക്കണമേ, വേഗം പ്രസാദിക്കണമേ എന്ന് പറയാൻ എന്ത് ഉണ്ടായി എന്നാണെങ്കിൽ, ഭഗവാൻ തപസ്സനുഷ്ഠിക്കുന്ന സമയത്തെങ്കിൽ സാക്ഷാൽ മഹാദേവന് പാർവതി ദേവി കിരാത വേഷധാരികളായിക്കൊണ്ട് അർജുന സമീപത്തേക്ക് പുറപ്പെട്ട സമയത്തെങ്കിൽ പാർവതി ദേവി ചോദിച്ചു, ഭഗവാനെ എന്തേ വേഷം? നമ്മൾ നമ്മുടെ ഉണ്ണീനെ അർജുനൻ അനുഗ്രഹിക്കാനല്ലേ പോകുന്നത്, പിന്നെ എന്തിനാണ് ഈ പ്രച്ഛന്ന വേഷം എന്ന് ചോദിച്ച സമയത്തെങ്കിൽ കാട്ടാളമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ പറയുകയുണ്ടായി, ദേവി, അർജുനന്റെ മനസ്സ് കൈരാതമാണ്, അവൻ അഹങ്കാരിയാണ്, അവൻ ഭക്തനല്ല. അവൻ നമ്മുടെ പക്കൽ നിന്നും ഒരു അസ്ത്രത്തെ ഗ്രഹിക്കാനായിക്കൊണ്ടുള്ള തപസ്സനുഷ്ഠിക്കുന്നത്. അഹങ്കാരി ആയുധധാരിയാകാൻ പാടില്ല. അഹങ്കാരി ആയുധധാരിയാകുന്നത് വൻ നാശത്തിന് കാരണമാകും. അതുകൊണ്ട് അവന്റെ അഹങ്കാരത്തെ ശമിപ്പിച്ചിട്ട് വേണം അവനെ അനുഗ്രഹിക്കാൻ. മാത്രമല്ല, ഈ വരാൻ പോകുന്ന കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവപക്ഷത്തിനായിക്കൊണ്ട് നമ്മുടേതായി അസ്ത്രം പിടിക്കാനുള്ള ശേഷിയുണ്ടോ ക്ഷേമുഷ്യുണ്ടോ എന്നെല്ലാം പരീക്ഷിച്ച് നിരീക്ഷിച്ചിട്ട് വേണം അവനെ അനുഗ്രഹിക്കാൻ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതിനായിക്കൊണ്ട് ഏറ്റവും നല്ല ഈ വേഷം കിരാത വേഷമാണെന്ന് നിശ്ചയിച്ചുകൊണ്ട് അർജുന സമീപത്തേക്ക് പുറപ്പെടുന്ന സമയത്തിൽ തന്നെ ദുര്യോധന മഹാരാജാവ് പറഞ്ഞു, എന്ത്? അർജുനൻ, പാണ്ഡവപക്ഷത്തെ അർജുനൻ മഹാദേവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി കൈലാസത്തെ പ്രാപിച്ച് കൊടുത്തി തപസ് അനുഷ്ഠിക്കുന്ന കാര്യം അതില്ലാതെയാക്കണം. അതില്ലാതാക്കിയില്ലെങ്കിൽ കൗരവ പക്ഷത്തിന് വൻ നാശം ഉണ്ടാകും. അതിനായിക്കൊണ്ട് മൂകൻ അസുരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹേ മൂക, നീ ആ തപസ് അനുഷ്ഠിക്കുന്ന അർജുനനെ എങ്ങനെ നിഗ്രഹിച്ചിട്ട് വന്നാൽ ഞാൻ നിനക്ക് അർദ്ധ രാജ്യം തരാം. ഈ സമയത്തെങ്കിൽ ആ മൂകാസുരൻ ഒരു പന്നിയുടെ വേഷം, അതിഭീമാകാരനായ അതിഘോരനായ ആ പന്നിയുടെ വേഷം കൊണ്ട് അർജുന സമീപത്തേക്ക് പാഞ്ഞെടുത്തു. അതെങ്ങനെയാണെന്നാണെങ്കിൽ, ഭൂമിയെ പിന്തിച്ചുകൊണ്ട് മാന്തിപ്പിളർന്നു, കൂർത്തമായ കുളമ്പടികൾ കൊണ്ട് ആ ഭൂമിയെ മാന്തിപ്പിളർന്ന് പിളർന്ന് അർജുന സമീപത്തേക്ക് പാഞ്ഞെടുക്കുന്ന സമയത്തെങ്കിൽ കാട്ടാളമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ പറഞ്ഞു, ദേവി സൂക്ഷിക്കണം, ഇത് കേവലം ഒരു പന്നിയല്ല, ഞാൻ ഇവരെ നിരീക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അർജുന സമീപത്തേക്ക് പുറപ്പെട്ടു. തപസ്സനുഷ്ഠിക്കുന്ന അർജുനനെ തന്റെ കൂത്ത തെറ്റുകൾ കൊണ്ട് കുത്തി മലർത്തി നിഗ്രഹിക്കാൻ തീരുമാനിച്ച ആ കാള ചാടി മുന്നോട്ട് ഉരുപ്പെട്ടപ്പോൾ നിഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ പിനാകം പിടിച്ച് അതിൽ നിന്ന് വിളമ്പി. ഇതേ സമയം ഞെട്ടിയുണ്ടെന്ന് അർജുനനാകട്ടെ തന്റെ ഗാണ്ഡീവം കൊളിച്ച് അതിൽ നിന്ന് വിളമ്പി. അർദ്ധരാജ്യത്തിനെ വന്ന ആ പന്നി ഈ രണ്ടുപേരുടെ അസ്ത്രങ്ങളെ വെച്ച് രണ്ട് ഭാഗമായി പിളർന്നു വീണു. ആ സമയത്തേക്ക് തന്നെ കാട്ടാളനും അർജുനനും തമ്മിൽ വാഗ്വാദം ഉണ്ടായി, തർക്കം ഉണ്ടായി. എന്താ തർക്കം? കാട്ടാള, ഞാൻ ഇതിന്റെ പന്നിന് വേണ്ടി എന്തിന് അമ്പ ചെയ്തു? ഞാൻ ഇത് മൃഗത്തിന് വേണ്ടി എന്തിന് അമ്പ ചെയ്തു? ക്ഷുദ്രാത്മൻ കിരാത ശ്വഗണപരിവൃഢ, ക്ഷുദ്രാത്മാവായ കിരാത, ദുഷ്ട, പൊട്ട, നീയാണോ ഈ പന്നി അമ്പ ചെയ്തേ? കിരാത ശ്വഗണപരിവൃഢ, ശ്വഗണത്താൽ പരിവൃഢനായവനെ, ഞങ്ങളുടെ വട്ടിക്കൂട്ടങ്ങളെ ധരിച്ചുകൊണ്ട് കാട്ടരയുടെ പച്ചവെള്ളം കുടിച്ചുകൊണ്ട് കാട്ടിലെ മരങ്ങളെ ഏതും പിടിച്ചു തിന്നുന്ന നീയാണ് ഈ പന്നി അമ്പ ചെയ്തത്. നിനക്ക് അതിന് ആരെന്നറിയില്ല, നിനക്ക് ആരാണെന്നറിയില്ല. ഓ, എനിക്ക് നിന്നത് ആരാളും അറിയും. എടാ കാട്ടാ, നിനക്ക് എങ്ങനെയാണ് എന്നെ അറിയുന്നേ? ഓ, ക്ഷുദ്രമായിരിക്കുന്ന വംശത്തിലെ കീടമേ, എടാ ദുഷിച്ച രാജവംശത്തിലെ പുഴുവേ, അറിയില്ലെന്നോ? എടാ നിന്റെ വംശം ചന്ദ്രവംശല്ലേ, യോഗ്യരായിട്ടുള്ള ഒറ്റ രാജാവുണ്ടോ? അതില് അങ്ങനെ വാഗ്വാദമായി, തർക്കമായി. കുലത്തെ തന്നെ ആക്ഷേപിക്കലായി. കുലത്തെ ആക്ഷേപിച്ചാൽ ആരും സഹിക്കില്ല. ഒടുവിൽ കാട്ടാളനും അർജുനനും തമ്മിൽ അതിഘോരമായ യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ അർജുനൻ ഇരുകൈകളും പിടിച്ച് ചുഴറ്റി ബഹുകാലം ദൂരോട്ട് അർജുനൻ ഏറെ കൊടുത്തു കാട്ടാളൻ. സർവായുധങ്ങളും നഷ്ടപ്പെട്ട അർജുനൻ ബഹുകാലം ദൂരെ ചെന്ന് വീണ് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. മുഗ്ധേന്ദുശേഖര ഭവന്തമഹം തവസ്യ കെനാവിലുപ്തകുലേനഹം പരാജിതോസ്മി മാഹുൽ തദേവ അയശോ ബഹുഷോ നമസ്തേ ക്ഷിപ്രം പ്രസീതമായി ലുപ്തകലുപ്തജേ. ഭഗവാനെ അങ്ങേനും ക്ഷിപ്രം വേഗം പ്രസീദിച്ചില്ലെങ്കിൽ ഭഗവാനെ എന്റെ ജീവൻ വെടിയും. ഭഗവാനെ അങ്ങയുടെ ഒരു ഭക്തന്റെ ജീവൻ ഒരു നീചനാൽ വെടിയും, ഒരു ദുഷ്ടനാൽ വെടിയും, ഒരു ലുപ്തകുനാൽ വെടിയും. അതുണ്ടാകരുത്. കാരണം ഭഗവാനെ
അങ്ങയുടെ ഒരു ഭക്തൻ നീജന പരജന എന്ന് പറയുമ്പോൾ ആ അർജുനനെ ഏത് ഒരു കാട്ടാളനെ ഏത് വശനാക്കിയിട്ട് എന്ത് ചോദിക്കാത്തൊരു ഭഗവാനോ ഈ ഭഗവാനെ എന്ത് ഭജിക്കണം എന്നുണ്ടാകും. അതുണ്ടാകരുത്. അതിനെ കൊണ്ട് വേഗം പ്രസാദിക്കണമേ ഭഗവാനെ, വേഗം പ്രസാദിക്കണമേ എന്ന് അർജുനൻ അനവധി പ്രാവശ്യം കേണപേക്ഷിച്ചെങ്കിലും ഭഗവാൻ പ്രസാദിച്ചില്ല. അർജുനൻ നിരാശ, എന്തേ ഞാൻ അവിടെ കരകാരങ്ങൾ ചലിക്കാൻ പോലും കഴിയാതെ ഒരു മാംസപിണ്ഡമായി കിടക്കുമ്പോൾ പോലും എന്തെന്റെ ഭഗവാൻ എന്നെ പ്രസാദിക്കുന്നില്ല. അപ്പൊ തോന്നി എന്തേലും കൊടുത്തു വിളിക്കാത്തോണ്ടായിരുന്നു, എന്തെങ്കിലും കൊടുത്തു വിളിക്കാം. എന്റെ ഭഗവാൻ എന്താ കൊടുക്കേണ്ടത്? എന്റെ ഭഗവാന് പഥ്യമുള്ളത് കൊടുക്കണം. എന്താണ് എന്റെ ഭഗവാന്റെ പഥ്യം? പുഷ്പം പത്രം ബലം തോയം. ആ പുഷ്പങ്ങള്, മന്ദാരപ്പൂ, മുല്ലപത്രം, ശുദ്ധമായ ജലം, ഇതൊക്കെ മതി എന്റെ ഭഗവാന്. പക്ഷെ ഇങ്ങനെ കൊടുക്കും, കൈ കാലുകൾ ചലിപ്പിക്കാൻ പോലും കഴിയാതെ ഇവിടെ മരണാസന്റെ ശരീരനായി കിടക്കുന്നത് ഞാൻ എങ്ങനെ കൊടുക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അതിൽ തന്റെ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്റെ അടുത്ത് ഏകദേശം മണ്ണങ്ങ് കൂട്ടി മുന്നിൽ ശിവലിംഗമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് പുഷ്പം സമർപ്പയാമി, തോയം സമർപ്പയാമി എന്ന് പറഞ്ഞു. സങ്കല്പിച്ച് സമർപ്പിക്കാം. അങ്ങനെ സമർപ്പിച്ച സമയത്ത് അർജുനൻ ഒരു വിളി കേട്ടു. എന്ത്? അർജുന അർജുന അധികാഭീര്യമായ വിളി കേട്ട് അർജുനൻ വിചാരിച്ചു, എന്തേ ചോയ നിമനോമത ശേഷി നഷ്ടപ്പെട്ട അർജുനൻ തന്റെ പക്ഷമാൽ തുറന്നു നോക്കിയപ്പോൾ കാട്ടാളൻ നീ പോയില്ലടാ. ഭയം എന്തെന്നറിയാത്ത അർജുനനുള്ളിൽ കാട്ടാളൻ ഭയന്നിരിച്ചു. ഇന്നേക്ക് വരെ വിജയനായിരുന്നു അർജുനൻ. ഒരിടത്തും പരാജയപ്പെടാത്തതാണ് വിജയൻ. ആ വിജയൻ പരാജിതനായിരുന്നു. അർജുനന്റെ മുന്നിൽ ഭയം ജനിച്ചിരിക്കുന്നു. എന്ത്? അത് ഞാൻ ചോദിച്ചു, എടാ എന്റെ ഭഗവാന് കൊടുത്തു നീ കൊടുത്തില്ലല്ലോടാ. എന്റെ പുഷ്പം പത്രം ഫലം തോയം യദ്യം ബിംബേ സമർപ്പിതം തത്തൽ കിരാതശിരസിസ്ഥിതം. അല്ല, ഞാൻ പുഷ്പമാണെന്ന് പത്രമാണെന്ന് തോയമാണെന്ന് കഴിഞ്ഞ് സങ്കല്പിച്ച് കൊടുത്തതല്ല. നിന്റെ നരങ്കിലാണല്ലോടാ, എനിക്ക് നിന്നെ കാണണ്ട എന്ന് പറഞ്ഞ് അർജുനൻ തന്റെ കണ്ണുകൾ അടച്ചു. ഈ സമയത്തെങ്കിലും അർജുനൻ നേർബുദ്ധി ഉണ്ടായി. എന്തേ? ഞാൻ എന്റെ ഭഗവാന് കൊടുത്ത പുഷ്പവും പത്രവും ഫലം തോയല്ല, ആ കാട്ടാളൻ തന്നെയാണ് ഭഗവാനല്ലേ കാട്ടാളനല്ലേ ഭഗവാൻ. ഈ സമയത്തെങ്കിൽ അർജുനൻ നേർബുദ്ധി ഉണ്ടായി. അർജുനൻ ഭഗവാനെ തിരിച്ചറിഞ്ഞു. എപ്പോഴാണ് ഒരു ഭഗവാനെ തിരിച്ചറിയുക? അഹങ്കാരം ക്ഷമിക്കാത്ത ഒരുവന് ഭഗവാനെ തിരിച്ചറിയില്ല. അർജുനൻ ഭഗവാനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അഹങ്കാര വിഹീനനടിക്കുന്നു. ഇതറിഞ്ഞുകൊണ്ട് കാട്ടാള വേഷം ധരിച്ചിരുന്ന സാക്ഷാൽ സ്വാമി മഹാദേവൻ പാർവതി ദേവിയോട് പറഞ്ഞു, ദേവി, അർജുനൻ നമ്മെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ പ്രച്ഛന്ന വേഷം നമുക്ക് ആവശ്യമില്ല, അർജുനൻ അനുഗ്രഹിക്കാനുള്ള കാലമായിരിക്കുന്നു എന്ന്. അത് പറഞ്ഞുകൊണ്ട് സാക്ഷാൽ മഹാദേവനും പാർവതി ദേവിയും അവരുടെ കിരാത വേഷം ധരിച്ചുകൊണ്ട് സുസിദ്ധമായ പാർവതി പരമേശ്വരന്മാരായിക്കൊണ്ട് അർജുനൻ മുന്നിൽ പ്രത്യക്ഷീഭവിച്ചിട്ട് സർവായുധങ്ങളെ തിരിച്ചു നൽകി അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, അർജുന, നിനക്ക് എന്താ വേണ്ടേ? പാശുപതം. അല്ലെ, എനിക്ക് പാശുപതം തരാം. പക്ഷേ ഭീഷ്മദ്രോണ മുഖാനത് ഗുരു ജയതും ത്രിലോകിയാണ്. എന്തേ? നിനക്ക് പാശുപതം തരാം, പക്ഷേ ഭീഷ്മനെ നിഗ്രഹിക്കാനല്ല, ദ്രോണനെ നിഗ്രഹിക്കാനല്ല, കൗരവരെ നിഗ്രഹിക്കാൻ. പിന്നെ എന്തിനാണ്? നിനക്ക് ത്രൈലോക്യങ്ങളെ ജയിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാകുകയാണ്. ആ നാളിൽ എനിക്ക് അസ്ത്രം വരാം. എന്ത്? ശക്തമായ ആയുധം ഒരിക്കലും പ്രയോഗിക്കരുത്. അതിശക്തമായ ആയുധം പ്രയോഗിക്കുന്നത് നാശത്തിന് കാരണമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സർവായുധങ്ങളും തിരിച്ചു നൽകി സർവമംഗളവും കൂടെ അതിനെ പറഞ്ഞയച്ചു. ഓണമെല്ലാമായിരിക്കുന്ന പാർവതി ദേവിയും സകല മഹാദേവനും ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. അമരീ കബരീ ഭാര ഭ്രമരീ മുഖരീകൃതം ദുരീഖരോതു ദുരിതം ഗൗരീ ചരണ പങ്കജം.